എല്ലാവർക്കും നമസ്കാരം. വ്യത്യസ്ത നിലപാടുകളുടെയും വ്യത്യസ്ത ആശയങ്ങളുടെയും നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആശയ സംഘട്ടനം മോശമായ കാര്യമല്ല. ആശയവിനിമയവും ചർച്ചയും നമ്മെ ശരിക്കും പുരോഗതിയിലേക്ക് നയിക്കും. കുടുംബാംഗങ്ങൾ തന്നെ വ്യത്യസ്ത നിലപാടുകളും വ്യത്യസ്ത ആശയങ്ങളും ഉള്ളവരാണ്. നല്ല മനോഭാവത്തോടെ വേണം വ്യത്യസ്തമായ ആശയങ്ങൾ കുടുംബത്തിലായാലും സമൂഹത്തിലായാലും ചർച്ച ചെയ്ത് മുൻപോട്ട് നീങ്ങാൻ. ശ്രദ്ധിച്ച് കേൾക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാകണം. പ്രതിപക്ഷ ബഹുമാനം ഉണ്ടാകണം. പലപ്പോഴും നമ്മൾ നമ്മുടെ അഭിപ്രായത്തിന്റെ പകിട്ടിന് വേണ്ടി വാശി പിടിക്കും. ഒരിക്കലും അതിനുവേണ്ടി വാശി പിടിക്കരുത്. മെച്ചപ്പെട്ട ആശയം രൂപപ്പെടുത്താനായിരിക്കണം നമ്മുടെ സമീപനം. മാത്രമല്ല, അത് വാഗ്വാദമാകാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. നല്ല അഭിപ്രായങ്ങളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കാനുള്ള ഒരു സൗമനസ്യവും നമുക്കുണ്ടാകണം. എന്നാൽ ഇത്തരം കാര്യങ്ങളിൽ ഞാനെന്ന് പറയുന്ന ഭാവം കഴിവതും ഒഴിവാക്കി നിർത്താൻ പരിശ്രമിക്കണം. നമ്മളെക്കാൾ മെച്ചപ്പെട്ട ഒരഭിപ്രായം വരുമ്പോൾ അതിനെ സ്വീകരിക്കുമ്പോൾ ഞാൻ തഴയപ്പെട്ടു എന്ന തോന്നൽ തെറ്റാണ്. ഇനി നമ്മുടെ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടാൽ സ്വീകരിച്ചു എന്ന അഹങ്കാരത്തിനും അവിടെ പ്രസക്തിയില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ വളർന്ന് വലുതാകാൻ ഇടം കൊടുക്കാതെ തുറന്ന മനസ്സോടെ ആരോഗ്യകരമായ മനോഭാവത്തോടെയും ചർച്ച ചെയ്ത് പരിഹരിക്കാൻ ശ്രമിക്കണം. ജോസഫ് ജുബർട്ട് പറയുന്നു, "The aim of argument or of discussion should not be victory, but progress." ചർച്ച ചെയ്യുന്നത് ഒരാൾക്ക് വിജയിക്കാൻ വേണ്ടിയല്ല, മറിച്ച് ഒരുമിച്ച് പുരോഗതിയിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഒരു ഭവനമായാൽ അവിടെ വിജയം കാണും. അതൊരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യുക. വീഴ്ചയും തോൽവിയും കുറവുകളും കാണും. അവ ചേർന്ന് നിന്ന് പരിഹരിക്കാൻ പരിശ്രമിക്കുക. നല്ല ചർച്ചകൾ, നല്ല ആശയവിനിമയങ്ങൾ നമ്മുടെ കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും ഉണ്ടാകട്ടെ. റോബർട്ട് കില്ലിൻ പറയുന്ന പോലെ, ഡിസ്കഷൻ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് നോളജ്, ആൻ ആർഗ്യുമെന്റ് ആൻ എക്സ്ചേഞ്ച് ഓഫ് ഇഗ്നറൻസ്. അജ്ഞതയുടെ കൈമാറ്റമല്ല, സ്നേഹം നിറയുന്ന ജ്ഞാനത്തിൻ്റെ പരസ്പര വിനിമയമാകട്ടെ ജീവിതത്തിലെ ചർച്ചകളൊക്കെ. അതാണ് നമ്മെ വളർച്ചയിലേക്കും പുരോഗതിയിലേക്കും നയിക്കുന്നത്. സദൃശവാക്യങ്ങൾ 18-ാം അധ്യായം 12-13 വാക്യങ്ങൾ. നാശത്തിനു മുമ്പേ മനുഷ്യന്റെ ഹൃദയം നിഗളിക്കുന്നു, മാനത്തിനു മുമ്പേ താഴ്മ. കേൾക്കും മുമ്പേ ഉത്തരം പറയുന്നവന് അത് ഭോഷത്വവും ലജ്ജയും ആയിത്തീരുന്നു. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം. കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ. ഓരോ മനുഷ്യരും ആശയപരമായി വ്യത്യസ്ത പുലർത്തുന്നവര്. അത് തർക്കത്തിനോ വാഗ്വാദത്തിനോ ജീവിതത്തിൻ്റെ സന്തുലനാവസ്ഥ തകർക്കുന്നതിനോ ആയിത്തീരാതെ പരസ്പരം കേൾക്കാനും ക്ഷമയോടെ മനസ്സിലാക്കാനും നല്ല ചർച്ചകളിലൂടെയും ആശയവിനിമയത്തിലൂടെയും പ്രതിസന്ധികളെ പരിഹരിക്കാനും ഞങ്ങൾക്ക് കഴിയണമേ. കർത്താവേ, അഹങ്കാരത്തിലും ഞാനെന്ന ഭാവത്തിലും തട്ടി അനേക കുടുംബങ്ങളും വ്യക്തിജീവിതങ്ങളും തകരുന്ന ഒരു കാലത്തിൻ്റെ നടുവിൽ സഹിഷ്ണുതയും പരസ്പരം ആശയവിനിമയം നിർവഹിക്കാനുള്ള കൃപയും അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിൽ വന്നു പോയിട്ടുള്ള വീൺവാക്കുകളും തെറ്റായ പ്രവർത്തികളും പൊറുക്കണമേ. പരസ്പരം പൊറുക്കാനും ക്ഷമിക്കാനും ഞങ്ങളെ ബലപ്പെടുത്തണമേ. യേശുവേ, ദാവീദ് പുത്ര, പാപികളായ ഞങ്ങളോട് കരുണ തോന്നണമേ. ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.